കാന്താരയിൽ ഗുളികനെക്കുറിച്ച് നമ്മൾ കേട്ടതാണ്. എന്നാൽ ആരാണ് ഗുളികൻ എന്നതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ യമനെ ശിവൻ കൊന്നതിനു ശേഷം ഭൂമിയിൽ മരണമില്ലാതെയായി. അങ്ങനെയിരിക്കുമ്പോൾ ശിവൻ തൻ്റെ കാലിലെ വിരലുകളാൽ ഭൂമിയിൽ ചവിട്ടിയപ്പോൾ ചെറുവിരൽ പൊട്ടി ചോര വരികയും അങ്ങനെ ഉണ്ടായതാണ് ഗുളികൻ എന്നും പറയപ്പെടുന്നു. അതിനുശേഷം യമൻ്റെ സ്ഥാനം ശിവൻ ഗുളികന് കൊടുത്തു. പിന്നീട് ഭൂമിയിലെ ജനന മരണങ്ങൾ നിയന്ത്രിക്കുന്നത് ഗുളികനാണ്. മറ്റൊരു കഥ ഇങ്ങനെയാണ്. ശിവൻ്റെ ശരീരത്തിലെ ഹോമത്തിൽ നിന്ന് തെറിച്ചു വീണ കരിയിൽ നിന്നും ഉണ്ടായ ഗുളികൻ വൈകുണ്ഠത്തിൽ വിഷ്ണുവിനെ സേവിക്കാൻ പോകുകയും അവിടെ വെച്ച് ഗുളികൻ്റെ നിലയ്ക്കാത്ത വിശപ്പ് ശമിപ്പിക്കാൻ വിഷ്ണു തൻ്റെ ചെറുവിരലിലെ ഒരു തുള്ളി ചോര ഗുളികന് കുടിക്കാൻ കൊടുത്തു. അങ്ങനെ വിശപ്പ് ശമിച്ച ഗുളികൻ്റെ മനസ്സ് നീതിപൂർണ്ണമായി. എന്നിട്ട് ഭൂമിയിലെ ജനങ്ങളെ സേവിക്കാനായി ഗുളികനെ വിഷ്ണു ഭൂമിയിലേക്ക് അയച്ചു. മറ്റൊരു കഥയിൽ ശനിയുടെ പുത്രനായും ഗുളികനെ കണക്കാക്കുന്നു. പിന്നെ നാഗദൈവമായും ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട്. കർണാടകയിലെയും കേരളത്തിലെയും തെയ്യങ്ങളിൽ പ്രധാന സ്ഥാനമുള്ള ഗുളിക ദൈവം ജ്യോതിഷത്തിലും ഗുളികനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്.